തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താൻ റേറ്റിംഗ് നടപ്പാക്കാൻ ആലോചിക്കുന്നതായി വകുപ്പ് മന്ത്രി കെ.എം. ഷാജി. ഗ്രാമസഭകൾ ഓൺലൈനായി നടത്തുന്ന കാര്യവും സർക്കാർ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. മുസ്ലിം ലീഗ് ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർപ്പശ്ശേരിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങളുമായി ഏറ്റവും അടുത്തിടപഴകുന്ന സ്ഥാപനങ്ങളാണ് പഞ്ചായത്തും നഗരസഭകളുമെല്ലാം. ഏറ്റവും വേഗത്തിലും എളുപ്പത്തിലും ഇവിടെ നിന്നെല്ലാം ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. സുതാര്യമായിരിക്കണം ഈ പ്രവർത്തനങ്ങൾ. തദ്ദേശ സ്ഥാപനങ്ങളുടെയും അവിടുത്തെ ജനപ്രതിനിധികളുടെയും പ്രവർത്തനം മികച്ചതാണോ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നതെല്ലാം സംബന്ധിച്ച് വിലയിരുത്തൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇതിനായി ജനങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിയുന്ന റേറ്റിംഗ് നടപ്പാക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഇത് സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ നാട്ടിലെ ദുർബലരായ മനുഷ്യർ കുറെ ആളുകളുണ്ട്. അവരെ അഡ്രസ് ചെയ്യുന്ന തരത്തിലേക്ക് പഞ്ചായത്തുകൾ മാറേണ്ടതുണ്ട്. പഞ്ചായത്തിനകത്ത് കൃത്യമായ മോണിറ്ററിങ്. ഞാൻ ഒരു കാര്യങ്ങളോട് പറയുന്നത്, എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും സാധാരണ മനുഷ്യന് അവന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിയുന്ന മുനിസിപ്പാലിറ്റിയെ, പഞ്ചായത്തിനെ, കോർപ്പറേഷനെ റേറ്റിംഗിന് ആ ഒരു സാധാരണ പൗരന് സാധിക്കുന്ന തരത്തിലുള്ള ആധുനിക കാലത്തിലെ ടെക്നോളജി ഈ പഞ്ചായത്തുകളിൽ മുഴുവൻ കൊണ്ടുവരും. അതിന്റെ വിശദാംശങ്ങൾ ഈ അടുത്ത ദിവസം തന്നെ അത് പ്രഖ്യാപിക്കുന്നതാണ്. പഞ്ചായത്തിൽ കയറിയിട്ട് നിങ്ങൾ അവിടുത്തെ സെക്രട്ടറിയോട് സംസാരിച്ചാൽ, അവിടുത്തെ ഓവർസിയറോട് സംസാരിച്ചാൽ, അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിച്ചാൽ, അവിടുത്തെ പ്രസിഡന്റിനോട് സംസാരിച്ചാൽ, ചെയർമാനോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന ഗുണം, നിങ്ങളുടെ ഫയലുകൾ എത്രയാണ് അവിടെ വെച്ച് താമസിപ്പിക്കുന്നത്, അത് സെക്രട്ടറിയാണോ നിങ്ങളോട് മോശമായി പെരുമാറിയത്, അതല്ല പ്രസിഡന്റാണോ, അതല്ലെങ്കിൽ വേറെ മെമ്പർമാരാണോ, അല്ലെങ്കിൽ JS ആണോ എന്നൊക്കെ അറിയാവുന്ന തരത്തിൽ അതിന്റെ ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് തന്നെ നേരെ സർക്കാരിനോട് പറയാൻ കഴിയുന്ന തരത്തിൽ അതിനുള്ള പുതിയ ആധുനിക സംവിധാനങ്ങൾ പഞ്ചായത്ത് തലങ്ങളിൽ തീർച്ചയായിട്ടും വരും, മുനിസിപ്പാലിറ്റിയിൽ വരും. അങ്ങനെ ഒരു റേറ്റിംഗ് തിരുവനന്തപുരത്ത് ഇരുന്നാൽ അവിടെ വരുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ നോക്കിയാൽ തന്നെ ആ പഞ്ചായത്തിലെ ജനങ്ങളുടെ റേറ്റിംഗ് അയാൾക്ക് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് സാധിക്കും വിധത്തിലുള്ള പരിഷ്കാരങ്ങൾ പഞ്ചായത്തുകളിൽ വരും. ഗ്രാമസഭകളിൽ ജനപങ്കാളിത്തം വളരെ കുറവാണ്. ഇത് പരിഹരിക്കാൻ ഓൺലൈനായി ഗ്രാമസഭകൾ സംഘടിപ്പിക്കുന്ന കാര്യവും സർക്കാർ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. ഓൺലൈൻ ഗ്രാമസഭ എന്ന് പറയുന്നത് ഒരു തമാശക്ക് വേണ്ടി പറഞ്ഞ കാര്യമല്ല. ഗ്രാമസഭ, പഞ്ചായത്ത് എല്ലാവരുടേതുമാണ്. വീട്ടിൽ കിടക്കുന്ന ബെഡ്റിഡനായ മനുഷ്യന്റെ, വിദേശത്ത് പോയി ജോലി എടുക്കേണ്ടി വരുന്നത് ആ നാട്ടിലെ ചെറുപ്പക്കാരന്റെ, പ്രായമുള്ള ആളുടെ, എല്ലാവരുടെയും അവർ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും തന്റെ ഗ്രാമത്തിലെ മനുഷ്യരോട് ഒരു സമയത്തിരുന്ന് സംസാരിക്കാൻ കഴിയുന്ന വിധത്തിൽ അവർ അതിൽ ഇൻവോൾവ് ചെയ്യണമെന്ന ഒരു കാഴ്ചപ്പാടിന് ഞങ്ങൾ ഇട്ട പേരാണ് ഓൺലൈൻ ഗ്രാമസഭ എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ഓൺലൈൻ ഗ്രാമസഭ എന്ന് പ്രഖ്യാപിക്കുകയല്ല. അതിന്റെ മോഡൽ അടുത്ത് തന്നെ വരും. അത് ചിലയിടങ്ങളിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് P. അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P.A. സലാം മാസ്റ്റർ, സംസ്ഥാന നിർവാഹക സമിതി അംഗം K.K. അസീസ്, ജില്ലാ സെക്രട്ടറിമാരായ K.T.A. ജബ്ബാർ, മുജീബുദ്ദീൻ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി N.K. ബഷീർ, റൈൻ കീഴിശ്ശേരി, ഭാരവാഹികളായ P. ഉണ്ണീൻകുട്ടി മാസ്റ്റർ, P. വീരൻ ഹാജി, P. അൻവർ സാദത്ത്, P. കാസിം, മുഹമ്മദ് മോട്ടി, ബാബു കുരിക്കൽ, ഷഹനാസ് ബാബു, ഷുക്കൂർ ചളവറ, T. ഹംസ മുഹമ്മദ്, K. സലാം മാസ്റ്റർ, ഇബ്രാഹിം മേനകം, C.A. ബക്കർ, ഇക്ബാൽ ദുറാനി തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.